അങ്ങനെ യാന കേവ്സിന്ന് ഞാൻ പുറത്തിറങ്ങി. കേവിന്റെ അകത്തേക്ക് കയറുന്നത് ഈ ഒരു അമ്പലത്തിൽ കൂടെയാണ് കേട്ടോ. തേനീച്ച ശല്യം ഉള്ളതുകൊണ്ട് ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്തൊരു സ്ഥലമാണിത്. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത്തരത്തിലൊരു കടയുണ്ട്. കുരങ്ങന്മാരുടെ ശല്യമുള്ള സ്ഥലമാണ്. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പൈനാപ്പിൾ ആണ്. അങ്ങനെ ഒരു കഷ്ണം അവനും കൊടുത്ത് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴികളിലൊന്നും റേഞ്ച് ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള ഇത്തരം കാഴ്ചകളാണ് കർണാടകയെ മനോഹരമാക്കുന്നത്. ആളും അനക്കവും കടകളും ഒന്നും ഇല്ലാത്ത ഇത്തരം റോഡുകൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. നല്ലൊരു റോഡ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അടുത്തതായിട്ട് ടോള് വരുമെന്ന്. കിലോമീറ്ററുകളോളം പെട്ടിക്കട പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഉച്ചഭക്ഷണം കഴിക്കാനായി 50 കിലോമീറ്ററോളം യാത്ര ചെയ്തു. വയറ് കേടാകാതിരിക്കാനായി വെജിറ്റേറിയൻ ഭക്ഷണമാണ് കൂടുതലായി നമ്മൾ ചൂസ് ചെയ്തത്. ചപ്പാത്തിയും ചില്ലി ഗോപിയും പനീർ ബട്ടർ മസാലയുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഭക്ഷണം. ശേഷം ഒരു ജ്യൂസും കുടിച്ച് നേരെ അടുത്ത സ്ഥലത്തേക്ക്.